ഹലോ ഹലോ എത്ര നാളായി നമ്മളെ കണ്ടിട്ട്. കണ്ടിട്ട് ചക്കര കൂട്ടരാണോ ഞാൻ മിസ് ചെയ്ത് ഒരുപാട്. ഒരു ഹഗ് ഇങ്ങതാ, ഒരു ഹഗ് താടാ കുട്ടാ. ഇതാണ് സർപ്രൈസ്. പന്ന പൊണ്ടാച്ചു വെച്ചിരുന്ന ഒരു ഹഗ് ഇങ്ങോട്ട് ഇട്. എന്താ മടി ഇതിങ്ങോട്ട്. ഹഗ്ഗൊക്കെ എവിടെയാണ് കിടക്കുന്നൊന്നും കാണുന്നില്ലല്ലോ ദൈവമേ. എന്ത് പറ്റി? ഹഗ്ഗ് കാണത്തില്ല ഇതിൽ, അതാണ് തപ്പുന്നു ഞാൻ. മലയുടെ മുകളിലൊക്കെ വരുമല്ലോ. ഇപ്പൊ ഇവിടെ കരയിലതാ. ഞാൻ മലയുടെ മുകളിൽ ആർക്കും ഹഗ്ഗിട്ട് പോക്കർത്തനം പറയരുത്. ഞാൻ ആർക്കും ഹഗ്ഗൊന്നും ഇട്ടിട്ടില്ല. ഇല്ലാത്താരും പറയാതാ. വെയിറ്റ് ഞാൻ തപ്പട്ടെ. ഇതിന്റെ അകത്ത് ഹഗ് ചാകരക്കൂട്. ഞാൻ ഇത്രയും നാളും അൺപ്രൊഡക്റ്റീവ് ആണെന്നല്ലേ കുട്ടി സരക്ക് പറഞ്ഞോണ്ടിരുന്നേ അല്ലേ? ആണോ അല്ലയോ? ആണാണ്. അല്ലേ? ബ്രോ ഇച്ചിരി ബിസിയാണ്. പറഞ്ഞോ. അല്ലേ? അൺപ്രൊഡക്റ്റീവ് ആണെന്ന് പറഞ്ഞല്ലേ ഇരുന്നേ? അൺപ്രൊഡക്റ്റീവ് എവിടെ? അൺപ്രൊഡക്റ്റീവ് എന്നാ പ്രൊഡക്റ്റീവ് എന്നാ? പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് ഞാൻ എപ്പോഴാണ് സാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കറിയാം, ഒരു ജോബ് ഇല്ലാത്തതിന്റെ ഒക്കെ സരക്കിന്റെ ഇപ്പൊ കൊറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോ പറഞ്ഞിട്ടുണ്ട്. അത് സമ്മതിക്കേ? ഞാൻ എവിടെയായിരുന്നു ഇത്രയും നാളെന്ന് ചോദിക്കേ? എത്ര നാളെ എവിടെയായിരുന്നു? ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന്റെ പുറകിലായിരുന്നു. ആണല്ലേ? എന്താണ് സ്റ്റാർട്ടപ്പ് എന്താന്ന് ചോദിക്കേ? ഇത് കാണാമോ? ഏത് ഈ വണ്ടിയെ? വണ്ടിയുടെ പിന്നിലൊരു കഥയുണ്ട്. എന്തൊരു വണ്ടിയുടെ പിന്നിലൊന്നും കാണുന്നില്ലല്ലേ? ഈ വണ്ടി കേറിയിട്ട് നമ്മള് വീടൊക്കെ ക്ലീൻ ആക്കാൻ പോകും. നമ്മളെ കമ്പനിയുടെ പേര് ബ്ലൂ ഹൗസ് ക്ലീനിംഗ് സർവീസ്. പ്രായത്തിലൊക്കെ കോട്ടയ്ക്ക് അവിടുത്തെ അഡ്മിൻസ് ഒക്കെ ഉണ്ടല്ലേ, അടിച്ചങ്ങ് കൊല്ലണം. ഇങ്ങനെയൊക്കെ വെറുതെ സരക്കിന് ഞാൻ ഇതിന്റെ കീയും പിന്നെ ആധാരവും എല്ലാം ശരിയാണ് നോക്കി നടക്കണം. കമ്പനി നോക്കി എടുത്തണം. നോക്കിയെടുത്താം. നമുക്ക് എവിടെയൊക്കെ ഒന്ന് പോയിട്ടേ വാ. കൊറേ നാൾക്ക് ശേഷം വന്നല്ലേ? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോവാണ്. ഒരു വണ്ടി എന്റെ ഫുഡിൽ എങ്ങനെ തോണ്ട വന്നാലാണ്. നിന്റെ കടയിൽ എന്തൊക്കെ ഉണ്ട് മോനെ? നോക്കട്ടെ. അവന് തന്നെ അറിയൂടെ കട എന്തോ ബർഗർ, പിസ്സ, സ്ട്രോബെറി കോക്ടെയില്, മാംഗോ കോക്ടെയില്, മിൽക്ക് ഷേക്ക്, 7up, റെഡ് ബുൾ, ഫിസ്, കോള, മാൻസ്റ്റർ, കോഫി, മൗണ്ടൻ ഡ്യൂ, ഇത്ര സാധനങ്ങൾ നമ്മളെടുത്തു. സാർ അതിൽ ഏത് ഇത്രയും കൂടെ ഉള്ളത്? എന്തൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞുതരാം. സുനിമോനെ ഒന്ന് മെനു ഒന്ന് വെച്ചിട്ട് പറഞ്ഞോണ്ടില്ല. മാറ പറഞ്ഞില്ലേ? ഇതിന്റെ അകത്തുണ്ട് നോക്കി പറഞ്ഞാൽ മതി. ഇല്ല വെയിറ്റ് സുനി പറയും. സുനി ഇതിന്റെ നോക്കിട്ട് പറ. അയ്യോ എന്നോടാണോ? എന്റെയാണോ? ഓക്കെ. What all do you have, sir? Excuse me. What kind of employee are you? I am from with you. I am your finances brother. Yeah, okay, you can continue. എന്റെ അനിയനാണ്, അതാണ് വേറെ ഒന്നുമില്ല. I'm outside India for burger, 2 years. burger. Yeah, I can't understand. ഡൂഡു വെച്ച് നീ നല്ലോണം ഇംഗ്ലീഷ് പറയല്ലേ? Sir, can you please shut up? Sir,
Sarek, please shut up. ഡൂഡ് വച്ച് ഈസ് ബെറ്റർ. Okay, very funny. Shut up. നിന്റെ തൊണ്ടോടത്ത് വേണ്ട. നത്തിങ്. നിങ്ങളങ്ങനെ നിക്കല്ലേ, ദാ ഇവിടെ സീറ്റ് അതെ അതെ സീറ്റ് ഒക്കെ ഉണ്ട് സർ പ്ലീസ്. യെസ് Yeah, യെസ് yeah, യെസ്. sure. മെനു സെലക്ട് ചെയ്തില്ലായിരുന്നു. മെനു സെലക്ട് ചെയ്തത് അതാണ്. ഞങ്ങൾ ഓർഡർ എടുത്തോളാം സർ. ഓർഡർ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം സർ. ഓ ശരി. വാ ഇവിടെ ഇരി. ഹലോ ഇവിടെ ഒന്ന് ഇരി. തീട്ട കണ്ടി മോന്തേ Puttu, Sarek. ഒട്ടു. ആ തുടച്ചതാണ്. തുടച്ചേരാ എന്തൊരു തുടച്ചേരാ സീറ്റ് ഇടാ സുനി തുടച്ചിടുന്നു. സുനി സീറ്റ് ഇടാ. സോനി അല്ല, സരക്ക് ചെയ്യുന്നതിലല്ലേ റൊമാൻസ് ഇരിക്കുന്നേ. സീറ്റ് തുടങ്ങുന്നതിലൊക്കെ റൊമാൻസ് ഉണ്ടാ. തുറക്കട്ടെ. ആ എങ്ങനെയാണെന്ന് പറഞ്ഞ സരക്കിന് അറിയത്തില്ലേ? സരക്ക് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയോ? ഇതിനു മുമ്പ് നമ്മൾ ആദ്യമേ ലൈസോൾ അടിക്കും. ലൈസോൾ അടിച്ചിട്ട് വിനേഗർ ഇട്ട് തുടയ്ക്കും. എന്നിട്ട് എയർ സ്പ്രേയും കൂടെ ചെയ്താലാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അത് ചെയ്യും. ഞാൻ പഠിപ്പിച്ചു തരാം. ക്ലീനിങ് മെന്റാലിറ്റി ഉണ്ടല്ലോ. ആ അതാണ്. സരക്ക് ലൈസോൾ അടിച്ചോ? ലൈസോൾ. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ ലൈസോൾ ഉപയോഗിക്കുമ്പോ 99.9 കീടാണുല്ലേ പോകുള്ളൂ. ബാക്കി ഒരു കീടാണു നമ്മൾ എങ്ങനെ കളയും? ഞാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആ കീടാണോ ഇപ്പൊ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഒരു കീടാണു ഉള്ളോണ്ടല്ലേ നമ്മുടെ ജോലി ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നത്. എല്ലാ കീടാണും പോയാ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വർക്ക് ചെയ്യുന്നത്? നിന്റെ ശരിയാണല്ലേ? നമ്മുടെ കാര്യം കൂടെ അവര് നോക്കണ്ടേ? അതുകൊണ്ടാണ് കാണാൻ വയ്യാ. നമുക്ക് ഫാമിലി വിനേഗറൂടെ അങ്ങോട്ട് തൊടയാതിട്ട്. നിന്റെ കടയിൽ ഞാൻ കഴിയോടോ വന്നിരുന്നത്. ഓ കറക്റ്റ്. ഇനി ഒന്നുകൂടി തൊടാ. ഞാൻ എല്ലാ ഗ്രൂപ്പിലും അറിയിച്ചിട്ട് സർജ ചെയ്ത കാര്യം ഒരു മനസ്സുഖം. മൊത്തത്തിൽ ക്ലീൻ ആക്കാം. നീ എന്നെ കുളിപ്പിക്കാനല്ല പറഞ്ഞത്. ആ ഇവരെയും കൂടെ ഇന്റേൺസ് ആയിട്ട് എടുത്തോ നമ്മുടെ സ്റ്റാർട്ടപ്പിലോട്ട്. അവൻ ഇവിടത്തെ കട നോക്കണ്ടേ? അവൻ ആരും വെക്കും. അപ്പൊ ഇന്റേൺഷിപ്പിന് വേണേ വരാം. സുനിമോൻ ഞാൻ ഇവിടെ പാർട്ട് ടൈം ആണ്. ലുട്ടുമോൻ you are invited. Come on. ഒരു മെയിൽ അയക്കാം. മെയിൽ ഐഡി പറഞ്ഞേ. ലുട്ടാപ്പി മൈക്കിൾ@gmail.com. ലുട്ടാപ്പി മൈരനാ? ഞാൻ ഇന്ന് വൈകിട്ട് ഓഫർ ലെറ്റർ തരാം. നമുക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് തരണം ഒരു 5000 രൂപ. ആ ഇവിടെ ജോലി കയറുമ്പോ ആദ്യം ഇങ്ങോട്ട് പൈസ തരണം. അങ്ങനെയാണ് നമ്മളെ അമ്മരിയില്. ഇറങ്ങാൻ നേരം തിരിച്ചു തരും. മനസ്സിലായില്ലേ? നീയൊക്കെ കേറിയിട്ട് അവിടത്തെ നീ അവിടെ കേറിയിട്ട് നമ്മള് കൊണ്ടുപോകണ വേസ്റ്റ് കിട്ടുന്ന വല്ല മന്തി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേണം അതിന് ഉത്തരം പറയാൻ. മനസ്സിലായ? നിനക്ക് തരുന്ന ജോലി എത്ര തപ്പത്തി അറിഞ്ഞില്ല ഇതുവരെ. കക്കൂസ് കഴിവരാണ് നിന്നെ വിളിക്കുന്നത്. എല്ലാത്തിനും അതിന്റെ ഡിഗ്നിറ്റി ഉണ്ട്. എടാ ഇത് മനസ്സിലായോ? നീ ഇപ്പൊ കക്കൂസ് കഴിവാൻ വന്ന് നീ ഞാൻ മലയാളിയാണ്. എനിക്ക് കക്കൂസ് എന്നേ വരൂ. കക്കൂസിൽ നിന്ന് നീ ക്ലീൻ ആക്കിയിട്ട് വന്ന വേസ്റ്റ് അതിനെ നീ കളയാതെ നീ കൊണ്ട് വഴിയരികിൽ എറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ആര് പൈസ കൊടുക്കും? നമ്മൾ കൊടുക്കണം. മനസ്സിലായ? അതുകൊണ്ട് നീ ആദ്യമേ ഡിപ്പോസിറ്റ് 5000 രൂപ അടയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 ബിറ്റ് കോയിനാണ്. അപ്പൊ ഡോളർ അടക്കം വെച്ച് വരുമ്പോൾ ഒരു ബിറ്റ് കോയിന് 1,00,000. അപ്പൊ 5000 × 1000. അപ്പൊ 5 ലക്ഷം 50 ലക്ഷം. നീ 50 ലക്ഷം മതി. 50 ലക്ഷം എന്റെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കക്കൂസ് ചിലപ്പോ കഴിവേണ്ടി വരും. 50 ലക്ഷം അല്ല 5 കോടി ഉണ്ടായിട്ടും കാര്യമില്ല, കഴിവേണ്ടി വരും. സിനിമനെ ക്ലോസറ്റ് എഴുതുന്ന ജോലി നിനക്ക് തന്നെ. അപ്പൊ നിനക്കാവുമ്പോ വെള്ള ഡ്രസ്സും ഉണ്ട്. തുടച്ചെടുത്താൽ കഴിഞ്ഞാൽ കറക്റ്റ് അഴുക്കുപോയെന്ന് അറിയാം. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ജോബ്. ചുവപ്പ് ടോയ്ലറ്റിനും നീല ബാത്റൂമിനും മനുഷ്യനാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ തിരിച്ചാണ്. ആണല്ലേ? അതെ. അതെന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിരുന്നു. സുനിമോൻ ഞാനൊന്ന് ചോദിക്കട്ടെ. സുനിമോൻ can you introduce yourself, Mr. Sunimon?
JP, I am cinema. ഹലോ അണ്ണാ എവിടെയാണ്? ബർഗർ ഷോട്ട് Okay. 29 brothers. Oh, yeah, cool. This is my elder brother. So, okay, let me ask one question. Why should we hire you? Because I will clean everything neatly. Okay. Okay. How do you start? I mean, rate yourself out of 5 and why? അതെന്താ പറഞ്ഞത്? എന്നുവെച്ചാൽ നിന്നെ നീ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 5-ൽ എത്ര സ്റ്റാർ നിനക്ക് നീ കൊടുക്കും? എന്റെ റീസൺ എന്താണ്? 5 star. Because I am perfect. Because you do nothing. 5 star and you do nothing. You are appointed. Come on. Ba. എനിക്ക് വേറെ സ്ഥലത്ത് പോണം. ബാ ഫുഡൊക്കെ കഴിച്ചു. അന്നേരം സ്ഥലം കണ്ടുപിടിച്ച് clean ചെയ്യും. എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ ഒന്നും കണ്ടുപിടിച്ചിട്ട് പോണേ. നമ്മുടെ തന്തയുടെ സ്വത്ത് എഴുതി വെച്ചിരിക്കുക. നമുക്ക് 4 സെന്റ് ഇവിടെ കാറോടെ കാറും കൊണ്ടുപോയി കള്ളന്മാരെ കൊണ്ട്. ബുള്ളറ്റ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്ന അവിടുന്നോ? ഹലോ സാർ അണ്ണാ പിന്നെ ആ ഞാൻ ഒരു പുതിയ ബൈക്ക് മേടിച്ചണ്ണ നോക്കണേ സരക്കെ നമ്മുടെ കമ്പനിയുടെ സിഇഒ ആണ്. കേട്ടോ. സിഇഒ നമ്മുടെ ഓഹോ അപ്പൊ ഇതിന്റെ പിന്നിലൊരു കറുത്ത കൈ കൂടി ഉണ്ടായിരുന്നു. കറുത്തല്ല, നല്ല വെളുത്ത കൈ. വർഷത്തിൽ ഒരിക്കലാണ് സിറ്റിയിൽ വരുന്നത് നിങ്ങളൊക്കെ. അത് എനിക്കിട്ട് വെക്കാനായിട്ടല്ലേ? സസ്പെൻഷൻ മേടിച്ചു കൊടുക്കണം ഇങ്ങേർക്കൊക്കെ. വില്ലൻദാസ്. ഹായ്, നൈസ് ടു മീറ്റ് യു. കാണുന്നതിന്റെ പേരൊക്കെ അറിയല്ലേ? കൊള്ളാം. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിട്ടുണ്ട്? ഒരു ബാഡ്ജും ഇല്ല അവിടെ. അത് സരക്കിന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. ആ ഗ്ലാസ് ഒരു സൺഗ്ലാസ്. എന്റെ അഭിനയം നിർത്ത് കേട്ടാ. ഞാൻ ഇവിടെ കുറച്ചാളായി കേട്ടാ. ഞാൻ കുറച്ചാളായിട്ടുണ്ട് ഇവിടെ. എനിക്കറിയാം അതൊക്കെ കാണാൻ കൊണ്ടുവരുന്നുണ്ട്. എന്താ ഞാൻ എത്ര നാൾക്ക് ശേഷം വരുന്നേ. അതൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട്. കക്കൂസ് പറയാൻ മൂട് പോയി അതല്ലേ? ഒരു പാട്ട് പാടാവോ എനിക്ക് വേണ്ടി പ്ലീസ്? പിന്നെ 3 പേര് 4 പേരെ കിടത്തിയിട്ട് ഇതിന്റെ ഒരുത്തന്റെ ചന്തിയും മലത്തിൽ കിടത്തിയിട്ടിട്ട് വരില്ലേ ഞാൻ? നിലാവുള്ള രാത്രിയിൽ നീ എന്നെ ചിന്തിച്ചിരിക്കാണോ? ഇച്ചിരിയും കൂടെ Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Cute, romantic, wow. ചുമ്മാതല്ല ഇന്റർവ്യൂവായിട്ട് ജോലി കിട്ടാത്തത്. ഫാൻസ് ഒന്നും വെക്കാറില്ല, എന്നാലും കുഴപ്പമില്ല. എന്ത് സരക്ക് നമുക്ക് വില്ലൻദാസ് ഇപ്പൊ പറഞ്ഞേ? വില്ലൻദാസ് പറഞ്ഞത് വില്ലൻദാസിനല്ലേ അറിയാവോ? വില്ലൻദാസേ സിറ്റിയിൽ വരാറില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരും വിശ്വസിക്കാൻ? ആ ഒന്ന് റൊമാൻറ്റിക് ആവ്. മറ്റേ സൈക്കിളൊക്കെ എടുത്തിരുന്നേ ഉണ്ടായിരുന്നേ നമുക്കിരുന്ന് ഓടിച്ചു കളിക്കാം. സാറാ അതൊക്കെ സാറാ ഇപ്പൊ സത്യം വരെ സാറേ എനിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ സമയമില്ല. ഇവിടെ അത്രയ്ക്കും തിരക്കാണ്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര നിക്കത്തില്ലായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞല്ലോ. നാപ്റ്റോണിൽ എനിക്ക് ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ കിട്ടിയതാണ് ഈ കണ്ണാടി. 999 ബ്ലാക്ക് ഫ്രൈഡേ ആലോചിച്ച് ഓഫർ 500. പൊക്കി വെക്കാൻ പറ്റുമോ? അതെങ്ങനെയാണ്? മണ്ടലോട്ട് അതെങ്ങനെയാണ് വെക്കണേ? ഉദ്ദേശിച്ച ചോട്ടാ മുമ്പേ തള്ളച്ചീനെ പോലെ നടക്കാനാണ് പറയുന്നത്. പിന്നെ അതാണോ പറഞ്ഞത്? നമുക്ക് പബ്ജി ലോകത്തേക്ക് പോണ്ടേ? അവിടെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇവിടെ കറങ്ങാം. ഇത് നമ്മള് കറങ്ങാണ്, ഇവിടെ നിന്ന് കറങ്ങാം. ഇനി വണ്ടി എടുത്തോളാം. പെട്രോളിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. മുതുക്കി പോയി കറങ്ങണമെന്നാണ് സാറാ ഇത്. മുതുക്ക് വേണ്ട സാറാ. മുതുക്ക് ഒഴിച്ച് വേറെ എവിടെ? എന്റെ പൊന്ന് വില്ലത്തി എന്തിന് നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇനി അവിടെ പോയി വല്ലവനും വന്ന് വള്ളി എടുക്കാനായിട്ട് എന്തിനാണ്?
നിങ്ങൾക്ക് ഇവിടെ പറ്റൂലേ? നിങ്ങൾക്ക് നമുക്ക് സംസാരിച്ചാ പോലെ. ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. HM സ്റ്റുഡിയോ അങ്ങനെ വല്ല എച്ചാൻ്റെ പോലെ കുറെ എച്ചുകളുണ്ട് ഇവിടെ. ഇനി നമ്മളെയാണ് ഇവിടെ ഇരിവാ, എല്ലാരും ഇവിടെ ഇരുന്നോ. പിന്നെ കഥ എങ്ങനെയായിരുന്നു ഇരിക്കുന്ന എങ്ങനെയായിരുന്നു മറന്നു. ജയ 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 ജയ. നിന്റെ മടിയൊക്കെ ഇരിക്കുന്ന അടുക്കിന്റെ മടിയിലല്ലോ ഞാൻ വേറെ പാട്ട് പാടും സാർ, അവര് പോയപ്പോ കേട്ടെ. ഉപദ്രവിക്കാൻ തന്നെ ഉദ്ദേശം. ഓക്കെ ഞാൻ നോക്കട്ടെ. പൊന്നോല തുമ്പി തൂവാലി തുമ്പി ആട് ആട് നീ ഹലോ. അണ്ണാ അവിടെ ഇല്ലല്ലോ അണ്ണാ. ഓക്കെ ഓക്കെ. മലയാടി തുമ്പി മലയാടിയാ പോലയാടി. സരക്കിന് വേണ്ടി പാടിയതാ. വില്ലന്ദാസനില്ലേ? വില്ലന്ദാസനില്ലേ? വില്ലത്തേക്ക് ഇവിടെ ഇട്ടാ പോലെ. അല്ലല്ലോ ഗേൾഫ്രണ്ട് ഉണ്ടോന്ന്. അയ്യോ എനിക്കില്ല. വേണ്ടേ പറഞ്ഞോക്കെ. അല്ല സിറ്റിയില് വരട്ടെ, പിന്നെ വർഷത്തിൽ ഒരിക്കൽ സിറ്റി വരത്തേക്ക് ഗേൾ ഫ്രണ്ടാ. ഞാൻ ഇന്ന് ഒട്ട് സിറ്റിയില് സരക്കിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്തിട്ട് എനിക്ക് ഗേൾ അങ്ങനെ ഗേൾ ഫ്രണ്ടിന്റെ ആവശ്യമാണ് ഉണ്ടെങ്കിൽ സാറാ ഞാൻ അങ്ങനെ ഇപ്പൊ വരണ്ടാട്ടാ. അങ്ങനെ ഇപ്പൊ വരണ്ട. കുറച്ച് ദിവസം സിറ്റിയിൽ അല്ലാതെ വാ, എന്നിട്ട് എന്റെ പുറകെ അടക്കാം. പ്രശ്നമുണ്ട് ഇത് പ്രശ്നമുണ്ട്. അല്ല ഇത് ഗ്യാങ് മാറ്ററാണ്. ഇത് ഗ്യാങ് മാറ്ററാണ് സാറാ. ഗ്യാങ് മാറ്ററാണ്. ഗ്യാങ് മാറ്ററാണ്. ഇത് ഗ്യാങ് മാറ്ററാണ്. അല്ല ഗ്യാങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും ആക്റ്റീവ് അല്ല. അപ്പൊ അത് ആക്റ്റീവ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇടപെടുത്താൻ പറ്റും. അല്ല ആക്റ്റീവ് ആയിട്ട് അത് പറ്റും. ആക്റ്റീവ് ആവണം. ഫസ്റ്റ് ആക്റ്റീവ് ആവും, എന്നിട്ട് നമുക്ക് അല്ല സുനിമോൻ ഇങ്ങനെ ലാസ്റ്റ് വന്നെത്ര സിറ്റിയില് കാർ റിവീലിന്റെ മാത്രമല്ലേ. ഒന്നുകിൽ ഇവിടെ പുതിയ മെമ്പേഴ്സിനെ എടുക്കണം, അല്ലെങ്കിൽ കാർ റിവീലോ വല്ല ഡ്രസ് റിവീലോ ചെയ്യുമ്പോ വരും. അല്ലാതെ വരത്തോലില്ല. ഞാൻ ഇന്ന് മുതൽ ഞാൻ ഉണ്ടായിരിക്കും ഇവിടെ. കേറിയ തൊട്ട ഇതാണ് കേൾക്കുന്നതെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് കേട്ടാ. ഇല്ല ഇന്ന് മുതൽ ഞാൻ ഉണ്ടായിരിക്കും. ഗ്യാങ്ങിലെ ഇച്ചിരി ലുക്ക് ഉള്ളത് വില്ലന്ദാസനാണോ? മണ്ട ലുക്കല്ലേ? അത് വില്ലദാസനാണ്. മേടിച്ച കണ്ണാടിയായോണ്ട് ഇവ എന്റെ സ്വന്തം പയ്യൻ ലുട്ടുമോൻ. ഇത് സൗത്ത്. അണ്ണാ ബൈക്ക് എങ്ങനെ ഉണ്ടണ്ണാ? ബൈക്ക് കണ്ടിട്ട് ബൈക്ക് പോലെ തന്നെ ഉണ്ട്. സരക്കിന്റെ മോനാണോ? പിന്നെ എന്റെ മോൻ ചെറുക്ക ചൊറിയല്ലേ എന്റെ അടുത്ത് വന്ന്. സൗത്ത് കെവിന്റെ അനിയൻ 5 പൈസക്ക് ഗുണമില്ല. കെവിന് അനിയൻ ഉണ്ടായിരുന്നോ? അണ്ണന്റെയും കൂടി അനിയനാണ്. എന്റെ നാച്ചുറലാണ് സൗത്ത് ഒന്നും തോന്നില്ല. അത് വന്നപ്പോഴേ എനിക്ക് അങ്ങനെ തന്നെ തോന്നി നാച്ചുറലായിരുന്നു. ഇഷ്ടമില്ലാതെ പോലെ. അല്ല പബ്ജി ലോകത്തെ നമ്മളെ കാത്ത് കൊറേ പേര് കാത്തിരിപ്പുണ്ട്. അപ്പൊ അവരെയൊക്കെ വിറപ്പിക്കരുതല്ലോ, നമ്മളെ ചോദിച്ചത്. ഇങ്ങനെയെങ്കിലും അങ്ങ് ഇറങ്ങണം. സൗത്തിന് എന്റെ കമ്പനിയിലോട്ട് വരാൻ താല്പര്യമുണ്ടോ? കക്കൂസ് ക്ലീനിങ് അല്ല ബ്ലൂ ഹൗസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര്. വീടുകൾ കയറി ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. പണിയെടുക്കാൻ വയ്യ, പണിയെടുക്കാതെ പൈസ കിട്ടൂ. പണിയെടുക്കാതെ പൈസ കിട്ടും. ബാക്കിയുള്ളവർ പണിയെടുക്കുന്ന വെറുതെ നിന്ന് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് വേണോ? റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കാൻ താല്പര്യമുണ്ടോ സൗത്തിന്? എത്ര രൂപ കിട്ടും? രൂപ ഇങ്ങോട്ടാണ് തരേണ്ടത്. അണ്ണനെ പോയിട്ട് വരാം. അത്രയും വലിയ കമ്പനിന്റെ റിസപ്ഷനിസ്റ്റ് അല്ലടാ. നിനക്ക് അവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് നല്ല ആലോചനയൊക്കെ വരും. വാ എടാ, നീ ഒന്ന് ആലോചിച്ചു സെപ്റ്റിക് ടാങ്കി ചാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്ത് വരുമായിരിക്കും അത്. വാ. എന്റെ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. സെപ്റ്റിക് ടാങ്കി വീണാണ് അച്ഛൻ ചത്തത്. അതറിഞ്ഞൂടല്ലേ? അച്ഛന്റെ പേരെന്തിര്? തോമസ് സറാ തോമസ് എന്നാണല്ലോ പേര്. അച്ഛൻ ഞങ്ങളുടെ കുടുംബം നോക്കാനായിട്ട് സൗദി പോയി. അവിടെ അച്ഛൻ ഞങ്ങളോട് AC മെക്കാനിക് ആയിരുന്നു. അച്ഛൻ വേറൊരു കാര്യം പറഞ്ഞു. അവിടെ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞതേ
സെപ്റ്റിക് ടാങ്കില് അറബികളുടെ തീട്ടത്തിന് നാറ്റമല്ലോ, സെപ്റ്റിക് ടാങ്കില് നാറ്റമല്ലോ. സത്യമായിട്ട് പറഞ്ഞതാണ്. അത് ഡിഫറൻസ് ഉണ്ട്. നമ്മള് നാട്ടിൽ കഞ്ഞി കഴിക്കുന്നത്, അവരവിടെ ഷാർമ കഴിക്കുന്നത്, അപ്പൊ ഡിഫറൻസ് ഉണ്ട്. കടുകിന്റെ എണ്ണ കുറവാണത്. കടുവില്ലെന്ന് എന്തൊക്കെ കേക്കണം. വെൽപാട്രിനോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. ഇനി എന്തിനാ വയ്യെന്ന് അവിടെ എന്ത് ചെയ്യുന്നു? അല്ല ഞാന് ഇങ്ങനെ നോക്കിയായിരുന്നു. ഇനി എന്താണ് വില്ലത്തി, എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാം. സെപ്റ്റിക് ടാങ്ക് വേണമെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്ക് സെറ്റ് ആക്കാം, ഒരു പ്രശ്നമില്ല. വേറെ എവിടെ Clean ആക്കിക്കോ. പിന്നെ നിന്റെ അച്ഛൻ ചെയ്ത ജോലി ഞാൻ തന്നെ ചെയ്തു. നിന്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത്. അതെന്താ എന്റെ അച്ഛൻ ചെയ്ത പോലെ സരക്കിന് ചെയ്തെന്തോ, എല്ലാത്തിനും അതിന്റെ ഡിഗ്നിറ്റി ഉണ്ട്. അപ്പൊ നിന്റെ അച്ഛന്റെ അതെ നിന്റെ അച്ഛനെന്താ കേൾക്കുമ്പോഴേ എനിക്ക് ഡിഗ്നിറ്റിയുടെ കാര്യം പറഞ്ഞു. പറഞ്ഞല്ലോ എന്റെ ഡാഡിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. എന്ത് ചെയ്യും? ഡാഡിനെ പറയാ അണ്ണാ, ഡാഡിനെ പറയാതെ അച്ഛനെ പറഞ്ഞാ മതി. വണ്ടർഫുൾ. കെവിന്റെ അതേ ഹ്യൂമർ സെൻസ് ആണ് കേട്ടോ അവരൊക്കെ. അണ്ണാ ഞാൻ ഇംഗ്ലീഷ് മീഡിയം. വാട്ട് ഇസ് അച്ഛൻ? I only know dad, father, you know. എടാ തന്തയില്ലാത്തവരെ എടുത്ത് പോടാ. അണ്ണാ മനസ്സിലായല്ലോ. സാറേ ഇന്നോടെ ഉള്ളു സാറാ. ഞാൻ ഇന്ന് ചുമ്മാ വന്നതാണ്. സരക്കിന് എന്റെ കമ്പനി എഴുതി അർജന്റ് എന്തെങ്കിലും ഉണ്ടപ്പോ വിളിക്കുമ്പോ വരത്തില്ലേ? അപ്പൊ പിന്നെ ഞാൻ വരും. ഇല്ല വില്ലത്തി ചുമ്മാ വില്ലത്തി എനിക്ക് സത്യമായിട്ട് നിങ്ങൾ അടിച്ചാ കറക്കുവേ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ അറിവിലെ ഒരാളുണ്ട്, പേര് സുപ്രിയ എന്നാണ്. ആളും പറ സിറ്റിയില്. എന്തിനാണ് ഇവിടെ? കേട്ടാ സെറാ അത് കണ്ടോ സരക്കെ? നമ്മളിത് കേട്ടോ? അത് കണ്ടോ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാം, എന്നിട്ട് പറയാം. അവൻ നമ്മൾ ഇത്ര ഇവിടെ ഇരുന്ന് ലെഷർ ടൈം എൻജോയ് ചെയ്യുമ്പോഴും സുനി അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇത് മലയാളി ഇന്നും അവന് കക്കൂസ് കഴുകാൻ മടിയായിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അത് കുഴപ്പമില്ല. കക്കൂസ് ക്ലീനിങ്ങിന് ഞാൻ പറയുന്നൊന്ന് കേക്കുവോ? അപ്പൊ ഇടാൻ വരുമ്പോ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുന്ന സാറാ അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യങ്ങള് ഇങ്ങനെ സാറൊക്കെ ഒരു കൂട്ടായിട്ട് സുപ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, ആളുകൾ കൊണ്ടുവരണം. ഞാൻ യോജിക്കുന്നു. എനിക്കൊരു ഫീമെയിൽ ഓൺട്രപ്രണർ ആവുമ്പം പിന്നെ വേറൊരു കൂട്ടുകാരി ഉണ്ട്, തൗഫി എന്ന് പറയുന്നത്. ആളെ കൊണ്ടുവരണം. ഇങ്ങനെ എത്ര ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും അത്യാവശ്യം പറഞ്ഞാ പോരെ. കാശുണ്ടോ? ഇത് വളരെ അത്യാവശ്യമാണ് ഇത്. പക്ഷെ അമ്മക്കുട്ടി വില്ലത്തി ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിഷമം വരുന്നു. സരക്കണ്ണ ഞാൻ സരക്കന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ കുറെ പേരെ പരിചയപ്പെടാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. നോക്കട്ടെ. അതെന്താ അമ്മക്കുട്ടി സരക്കണ്ണ വില്ലത്തി? അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. എന്തൊരു പെണ്ണിന്റെ പേര് മറന്നുപോയി. സരക്കണ്ണ ഇന്നിവിടെ വന്ന് കൊറേ പെമ്പിള്ളേരുടെ പേര് തിരക്കില്ലായിരുന്നോ സരക്കെ? ഞാനാ ആ ഞാനൊരു സിനിമ നടൻ ലാല. അണ്ണാ പേടിയാവുന്നട്ടാ. എന്നാ മാറില്ല പേര്. അണ്ണാ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. നീ ഇങ്ങോട്ട് വിളിച്ചിട്ട് ലൊക്കേഷൻ വെച്ചോണ്ടാണ് തന്നത്. അണ്ണാ അങ്ങനെ പറയില്ലു. എത്ര റെസ്പോൺസ് ഒക്കെ തരാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചിട്ട് അണ്ണാ ഇതാരാ അണ്ണാ? ഒന്നും പറയില്ല. അണ്ണാ പറ ഇതാരാ? അല്ലല്ല അവന്റെ അടുത്ത് ഞാൻ എല്ലാം പറയണ കൊച്ചു. അവന്റെ അടുത്ത് എനിക്കൊന്നും പറയില്ലെന്നാണ് പറഞ്ഞത്. ആര്? സെറ എന്റെ ഗേൾ ഫ്രണ്ട്. അയ്യോ എന്റെ പൊന്ന് മോനെ, നിനക്ക് അറിഞ്ഞൂടായിരുന്നാടാ കൊച്ചു കഴിവേറി. കൊച്ചുങ്ങളോടൊന്നും അങ്ങനെ ചീത്ത കളിക്കല്ലേ. ഓഹോ കൊച്ചിലെ ഓവർ ടാലന്റ് ആയിരുന്നല്ലേ പറയുള്ളൂ. സാരക്ക് ഗേൾ ഫ്രണ്ട് അല്ല, വില്ലത്തിക്ക് ആ കാര്യം അറിയായിരുന്നോ? നിങ്ങൾ ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. സാരക്കും ഞാനും ഫിയാൻസ് ആണ്.
അല്ലേ ആര് പറ ഫൈനാൻസ് ഫിനാൻസ് ഫിനാൻസ് ഫൈൻ അല്ല ഫിനാൻസ് ആ ഒന്നും ഉണ്ടാത്ത എന്നോട് ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് എനിക്കൊരു ഒന്ന് ആ, എന്തെങ്കിലും ഈ 4 പേരെ വിളിച്ചിരുത്തിട്ട് ഞാൻ എങ്ങനെ റൊമാൻറ്റിക് ആവും സാറാ? നമ്മൾ നിൽക്കുന്നോണ്ടാ നമുക്ക് വേണം ഇച്ചിരി മാറി നിൽക്കാം. ആ ഞങ്ങൾ ഇച്ചിരി അല്ല, നിങ്ങളെ ഇവിടെ സിറ്റി തറയണം, സിറ്റി തറയും പോണം. വല്ലപ്പോഴും ഞാൻ വരുന്നത് എന്തിന് വല്ലപ്പോഴും വന്ന് കണ്ടവരെ റൊമാൻസ് ആണ് അതൊക്കെ നാണമില്ലേ നിങ്ങൾക്ക്? അതാണ് ഞങ്ങൾ മാറി നിൽക്കാം. നമ്മുടെ ശല്യം സുനിമോനെ നമ്മുടെ മറ്റേ ഒരു നമ്മളെ എൻഗേജ്ഡ് ആയെന്നുള്ള ഒരു ഫോട്ടോ സെറ്റ് ആക്കി നമുക്ക് ഇവിടെ സിറ്റിയിലെ പെമ്പിള്ളേർക്ക് അങ്ങനെ ചെയ്തോടാ സാർ, അങ്ങനെ ചെയ്തോടാ. ഇവിടെ ഗ്യാങ്ങിലുള്ളവരെ പറഞ്ഞ ടിവിയുടെ കാര്യം നീ പറഞ്ഞാടാ അയ്യോ അയ്യോ അത് പറ്റൂല അണ്ണു വാക്ക് സാറാ. അങ്ങനെയെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആയിട്ടേ കൊണ്ടുപോകാൻ പറ്റും. അത് ഭയങ്കര പബ്ലിക് ആക്കണം. നമ്മുടെ ടിവിയിൽ പെണ്ണ് അലൗഡ് അല്ലെന്ന് അറിയാലോ സാറാ. സത്യം അപ്പൊ പിന്നെ അത് പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ അറിയണം ഒരു കൊച്ചു പക്ഷെ പുറകെ നടക്കാൻ പറ്റും. പുറകെ കിടക്കാം, ആരാച്ചും പ്രൈവറ്റ് ആയിട്ട് കിടക്കാം. ഞാൻ എന്റെ ഇപ്പൊ പുറകെ നടക്കുന്ന ആ ഒരു ടേമിലാണ് നമ്മളിപ്പം. അല്ല അത് ഞാൻ പറഞ്ഞതാണ്, പുറകെ നടക്കുന്ന കൂടെ നടക്കുന്നതാണ് ഇഷ്ടം. അതെ 2018 ഫേമസ് ആയ ഡയലോഗ് കൊണ്ട് നടക്കുന്നു. ഇതില് വർഷത്തെ ഒരിക്കൽ വരും. സരക്ക് റൊമാൻറ്റിക് അല്ലേ സാറാ? അല്ല വില്ലത്തി ഒട്ടും അല്ല. എന്നാൽ ഈ ക്ലീനിങ് കേസ് പാരമ്പരാഗതം വില്ലൻദാസ്, ഞാൻ ഒരു കാര്യം, സാറ ഇത്ര കാര്യമായിട്ട് എന്നാ ഒരു ബിസിനസ് ഞാൻ വില്ലൻദാസിനെ ഏൽപ്പിക്കാം. വില്ലൻദാസ് വഴി അതാകുമ്പോ ഡെയിലി വരാൻ കാരണമല്ലേ, ഇവിടെ ആൾക്കാർ ദിവസവും തൂറും. ദിവസം തിന്നും. ഇതിന് പറ്റിയ ഒരാളുണ്ട്. ആര്? പേര് വാസു. നമുക്ക് ഇത് ഞാൻ നാളെ വരുമ്പോ പറയാം കേട്ടാ. ബൈ. പിന്നെ ജീവിതകാര്യമൊക്കെ എങ്ങനെ വന്നു സരക്കെ? ജീവിതം എന്നൊരു ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായല്ലോ. 2 വർഷം നമ്മൾ ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. ഞാൻ എന്താ പറ, എങ്ങനെ പോകുന്നു സരക്കിന്റെ ലൈഫ്? സാറാ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് സാറാ എനിക്ക് TV ആണ് ജീവിതം, വേറെ എന്ത് ജീവിതം? ഇതാ ഈ ഇരിക്കുന്ന അനിയന്മാര്. ടിവി കഴിഞ്ഞാ ഞാൻ എടാ കുണ്ണ എന്റെ അടുത്തല്ലേ ചോദിച്ചാ, നീ എന്ത് ചോദിച്ചാ പറയാ? ആ തെരുണ്ട അത്ര മീറ്റർ ദൂരം പോയി. സാറാ ജീവിതം എന്ന് പറഞ്ഞാൽ സാറാ TV ആണ് ഇപ്പം മെയിൻ. എന്നും ഇവിടെ പ്രശ്നങ്ങളും ഓരോരോ വഴക്കുകളും വള്ളികളും. ഇവന്മാരൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കും, ഇതൊക്കെ തീർക്കാൻ പോണം ഒന്നാത്തത്. പിന്നെ ഇവന്മാരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അനിയന്മാരെന്നുള്ള രീതിയിൽ ഇവന്മാരുടെ ഓരോരോ പ്രശ്നങ്ങളും അല്ലാത്തുള്ള പ്രശ്നങ്ങളും ഇവന്മാരുടെ ഓരോ സങ്കടങ്ങളും ഇതൊക്കെ സോൾവ് ആക്കി ഇങ്ങനെ മുമ്പോട്ട് പോകണം. നമ്മുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സാറാ അച്ഛൻ്റെ കൂടെ പോയാലും ഞാൻ തരും അച്ഛൻ്റെ ബിസിനസ് നോക്കാൻ പോയി. അച്ഛൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായി.